കുട്ടികളിൽ സ്വവർഗ ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനെ എതിർത്തതിന്റെ പേരിൽ പിരിച്ചുവിടപ്പെട്ട അധ്യാപികയ്ക്ക് $1.25 ലക്ഷം നഷ്ടപരിഹാരം. സ്വവർഗ ലൈംഗികതയുടെ പേരിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ധാർമ്മിക മൂല്യങ്ങളെപ്പോലും അവഗണിച്ച് അരാജകത്വം വളർത്താൻ നിരവധി ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നതിനിടെയാണ് അമേരിക്കയിലെ ജോർജിയയിലെ ബ്രയാൻ കൗണ്ടി സ്കൂൾ അധ്യാപികയായ ലിൻസയുടെ ഒറ്റയ്ക്കുള്ള ചെറുത്തുനിൽപ്പ് ശ്രദ്ധേയമായത്. സ്വവർഗ ദമ്പതികളെ ചിത്രീകരിച്ച കുട്ടികളുടെ പുസ്തകത്തെ എതിർത്തതിന്റെ പേരിലായിരുന്നു ലിൻസയ്ക്ക് കടുത്ത പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് പുസ്തകത്തെക്കുറിച്ച് പ്രിൻസിപ്പൽ ഹീതർ ടക്കറിനോട് ലിൻസെ ആശങ്ക പ്രകടിപ്പിച്ചത്. എന്നാൽ ഇതേ തുടർന്ന് സ്കൂൾ അധികൃതർ ഇവരെ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കുകയായിരുന്നു. ഇതേ തുടർന്ന് സെപ്റ്റംബറിൽ തന്നെ US ഡിസ്ട്രിക്ട് കോടതിയിൽ ലിൻസെ കേസ് ഫയൽ ചെയ്യുകയായിരുന്നു. പിരിച്ചുവിടൽ ലിൻസയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മതസ്വാതന്ത്ര്യത്തെയും ലംഘിച്ചെന്നും മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനമുണ്ടാക്കിയെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. ഒരു ക്രിസ്ത്യാനി, ഒരു അമ്മ, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുള്ള പൗരൻ എന്നീ നിലകളിലാണ് ലിൻസെ ഈ സുപ്രധാന വിഷയത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ കോടതിയെ സമീപിച്ചത്. തന്റെ കുട്ടികൾക്കും മറ്റു വിദ്യാർത്ഥികൾക്കും വായിക്കാനുള്ള പുസ്തകത്തിന്റെ ഉള്ളടക്കവും ചിത്രവും കുടുംബത്തിന്റെ മൂല്യങ്ങൾക്കും വിശ്വാസത്തിനും അനുയോജ്യമല്ല എന്നായിരുന്നു ലിൻസയുടെ നിലപാട്. സ്കൂൾ അധികൃതരുടെ വീഴ്ച കോടതി മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് തെറ്റുതിരുത്താനും ഒത്തുതീർപ്പിനും അധികൃതർ തയ്യാറായത്. സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട അധ്യാപിക ലിൻസെ ബാറിന് ഒടുവിൽ നീതി ലഭിക്കുകയായിരുന്നു. വിവാദത്തിലായ ജോർജിയയിലെ ബ്രയാൻ കൗണ്ടി സ്കൂൾ അറ്റോർണി ഫീസും നഷ്ടപരിഹാരവുമായി $1,81,000 നൽകുന്നതിനൊപ്പം ലിൻസയ്ക്ക് ജോലി തിരിച്ചു നൽകുവാനും സമ്മതിച്ചിരിക്കുകയാണ്. ക്രിസ്ത്യൻ നിയമകാര്യ സംഘടനയായ അലയൻസ് ഡിഫെൻഡിംഗ് ഫ്രീഡമാണ് ലിൻസയുടെ ഒറ്റയാൾ പോരാട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്.